വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 9ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. നിലവിലുണ്ടായിരുന്ന 2 സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് 2ഇടത്ത് പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിലെ രാജസമന്ദിൽ ദാമോദർ ഗുജ്ജർ സ്ഥാനാർത്ഥിയാകും. സുദർശൻ റാവത്തിന് പകരമാണ് ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്. ബിൽവാഡയിൽ മുൻ സ്പീക്കർ CP ജോഷി സ്ഥാനാർത്ഥിയാകും. ബിൽവാഡയിൽ ദാമോദർ ജോഷിയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി. കർണാടകയിലെ ചിക്കബെല്ലാപൂർ മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രി M വീരപ്പ മൊയ്ലിക്ക് പകരം പുതുമുഖത്തെ അവതരിപ്പിക്കുന്ന നിർണായക പ്രഖ്യാപനവും ഇതിൽ ഉണ്ടായിട്ടുണ്ട്. 2009ലും 2014ലും മണ്ഡലത്തിൽ നിന്ന് 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ട 84കാരനായ കോൺഗ്രസ് നേതാവിന് പക്ഷേ 2019ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിടേണ്ടി വന്നിരുന്നു. മൊയ്ലിക്ക് പകരം മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ MR സീതാറാമിന്റെ മകൻ രക്ഷാരാമയ്യയാണ് കോൺഗ്രസ് തെരഞ്ഞെടുത്തത്. ബെല്ലാരിയിൽ തൂക്കാറാമിനെയും ചാമരാജ് നഗറിൽ സുനിൽ ബോസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 9ാം ഘട്ട പട്ടിക കൂടി വന്നതോടെ ആകെ 211 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചത്. 543 പാർലമെന്റ് മണ്ഡലങ്ങളാണ് ആകെ രാജ്യത്തുള്ളത്. അതേസമയം എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേഠി, റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്തവണയും ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മത്സരിക്കുമോ എന്ന സംശയം നിലനിൽക്കുന്ന ഈ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ പ്രഖ്യാപനം വൈകുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സീറ്റുകളുടെ കാര്യത്തിൽ ഇതുവരെ കാര്യമായ ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്ന് ഈ ആഴ്ച ആദ്യം UP കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ ഈ സീറ്റുകളിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ അറിയിച്ചിരുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് നേതൃത്വമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. റായ്ബറേലിയിൽ നിന്നുള്ള സിറ്റിംഗ് MP കൂടിയായ സോണിയാഗാന്ധി ഇത്തവണ മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്ന് UPയിലെ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ചൂണ്ടിക്കാട്ടുന്നു. മുതിർന്ന നേതാക്കൾ മത്സരത്തിന്റെ കാര്യത്തിൽ ഇരുവരിലും സമ്മർദ്ദം ചെലുത്തുന്നതായാണ് സൂചന. സിറ്റിംഗ് സീറ്റായ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അജയ് റായ് മത്സരിക്കുമെന്നതാണ് 4ാം ഘട്ട പട്ടികയിലെ പ്രധാന പ്രഖ്യാപനം. ഉത്തർപ്രദേശ് PCC അധ്യക്ഷനാണ് അജയ് റായ്. കഴിഞ്ഞ തവണയും മോദിയെ നേരിടാൻ അജയ് റായിയായിരുന്നു കോൺഗ്രസ് രംഗത്തിറക്കിയത്. മധ്യപ്രദേശിലെ 12, ഉത്തർപ്രദേശിലെ 9, തമിഴ്നാട്ടിലെ 7, മഹാരാഷ്ട്രയിലെ 4, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മണിപ്പൂർ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 2 വീതവും, പശ്ചിമ ബംഗാൾ, ആസാം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, മിസോറാം, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളും 4ാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചു. 2024ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് നടക്കുക. മാർച്ച് 27 ആയിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്.